അനുമോളുടെ ആ ഒരു കരച്ചിൽ, അതിനുശേഷം ആ അനുമോൾക്ക് ആദില കൊടുത്ത ആദിലയുടെ ടിഷ്യൂ പേപ്പറിൽ എഴുതിയ ആ ഒരു ഫോൺ നമ്പർ അതെടുക്കുന്ന സീനായിരുന്നു. അപ്പോൾ ഇതിന്റെ മുമ്പിൽ നടന്ന ആ ഒരു വിഷയം, അതായത് അനുമോൾ കരഞ്ഞ ആ വിഷയവും അതുമായി ബന്ധപ്പെട്ടതെല്ലാം ഓൾറെഡി വീഡിയോ ഞാൻ സീരിയൽ ഗ്രാൻഡ്മയിൽ ഇട്ടിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് തെളിവ് സഹിതം അനുമോൾ കാണിക്കുന്നു അക്ബറിന്റെ അടുത്ത്. പക്ഷേ എന്താണ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് നോക്കാം. സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. സോ ഇതിനകത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ നെവിൻ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നെവിന്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു ഡിഫറെന്റ് ലെയേഴ്സ് ഓഫ് ക്യാരക്ടറാണ്. ഇപ്പോൾ നിങ്ങൾ ആര്യനെ കണ്ടു കാണും, അല്ലെങ്കിൽ അപ്പാനിയെ കണ്ടു കാണും. അവർക്കെന്ന് വെച്ചാൽ ഒരു ക്യാരക്ടർ ഉണ്ട്, ശരിയാണ്. അപ്പാനിയും നെവിനും ഒക്കെ അപ്പാനിയും ആര്യനും ഒക്കെ അനുമോളുടെ അടുത്ത് മുന്നിൽ വന്നിട്ട് അയ്യോ നീ എന്തടി കരയുന്നേ, അയ്യോ മുഖമൊക്കെ പാടിപ്പോകും കേട്ടോ, മുഖം ഒന്ന് തിരിച്ചു വെച്ചിട്ട് അവള് കരയുന്നു. പക്ഷെ നെവിൻ അങ്ങനെയല്ല. നെവിൻ സ്റ്റിൽ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ചതിക്കും, ഞാൻ മാറ്റി പറയും, ഞാൻ എല്ലാം കള്ളത്തരമായിരിക്കും പറയുന്നത്, ഞാൻ കക്കും, ഞാൻ എല്ലാം ചെയ്യും. പക്ഷേ നെവിൻ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഒരാളെയും ഹേർട്ട് ചെയ്യില്ല, വേദനിപ്പിക്കില്ല. ഇത് നെവിൻ എല്ലായ്പ്പോഴും പറയും. ഈ സീസണിലെ ഏറ്റവും വലിയൊരു എന്റർടൈനർ ആയിരിക്കും ഞാൻ, പക്ഷെ ഞാൻ ആരെയും കുത്തി നോവിക്കില്ല. ശരിയാണ്, നെവിൻ ഇതൊക്കെ പറഞ്ഞിട്ട് അനുമോളെ നോവിച്ചിട്ടുണ്ട്, വെള്ളം എടുത്ത് എറിഞ്ഞിട്ടുണ്ട്, വെള്ളം എടുത്ത് ഒഴിച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ ഷാനവാസിന്റെ കേസിലും സംഭവിച്ചിട്ടുണ്ട്. ആ ഒരു പീക്കിൽ അത്രയും സ്ട്രെസ് വരുന്ന സമയത്ത് സംഭവിച്ചു പോയാലും ഒരു കള്ളത്തരവുമില്ലാതെ ആത്മാർത്ഥമായിട്ട് സോറി പറഞ്ഞ് എനിക്ക് അന്നത്തെ ദേഷ്യം അത്രയ്ക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് കരയാനും നെവിന് സാധിച്ചിട്ടുണ്ട്. സോ എനിക്ക് നെവിന്റെ ക്യാരക്ടറിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരു മൾട്ടി പേഴ്സണാലിറ്റിയാണ്, ഒരുപാട് ലെയേഴ്സ് ഉണ്ട്. ഈ നെവിൻ സത്യം പറഞ്ഞാൽ അനുമോളെ ചേർത്ത് പിടിക്കുകയാണ്. അനുമോള് പറയാറുണ്ടല്ലോ, അനുമോൾ എപ്പോഴും പറയാറുണ്ട്, എനിക്കൊരു ടൈറ്റ് ഹഗ് മതി, എൻ്റെ എല്ലാ പ്രശ്നങ്ങളും അവിടെ മാറും, എനിക്കൊരു ഹഗ് വേണം എന്നൊക്കെ അനുമോള് പറയാറുണ്ട്. അപ്പൊ ഈ വിഷയത്തിൽ എല്ലാവരും ചോദ്യം ചെയ്യുന്നു, എല്ലാവരും എല്ലാം ചെയ്യുന്നു. മറ്റേ ലക്ഷ്മി മസ്താനി പറയുന്നുണ്ട്, നീ ഒന്ന് അടങ്ങിയിരിക്കുക, എന്തായാലും നീ ഇപ്പൊ കരയണ്ട, ഇനി ഒരു കുറച്ച് മണിക്കൂറല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നെവിൻ വന്നിട്ട് ഓക്കെ നീ പറയും എന്ന് പറഞ്ഞ് എനിക്ക് നിന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഇതൊരു ആരോപണമാണ്, ഓക്കെ ഇതൊരു ആരോപണമാണ്, ഈ ആരോപണം എത്രത്തോളം നമ്മളെ നോവിക്കുമെന്നുള്ളത് എനിക്കറിയാം, ഞാൻ എക്സ്പീരിയൻസ് ചെയ്തു. നിനക്ക് ഇപ്പൊ മനസ്സിലായോ ഞാൻ അന്ന് അനുഭവിച്ച വിഷമം എന്തോ, നിനക്ക് ഇപ്പൊ മനസ്സിലായോ എന്ന് ചോദിച്ചിട്ട് ഈ ഷാനവാസിന്റെ കേസിൽ ഷാനവാസിനെ കൊല്ലാൻ നോക്കി എന്ന് പറഞ്ഞ് അനുമോള് നെവിന്റെ നേരെ ചാടിക്കടിച്ച് ഓർക്കുന്നുണ്ടോ? അതേ കണക്ക് നെവിനെ ഏതൊക്കെ സ്ഥലത്തൊക്കെ അനുമോളും ഇതുപോലെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് എന്ന് ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഈ പറയുന്ന നെവിൻ ഈ തിരിച്ച് ആ ഒരു സമയത്ത് അനുമോളോട് പറയുന്നത് ആരോപണങ്ങളിൽ എത്രത്തോളം നമുക്ക് നോവുമെന്ന് നിനക്കിപ്പൊ മനസ്സിലായോ? അപ്പോൾ ഉടനെ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് അനുമോള് ടൈറ്റ് ആയിട്ട് ഈ പറഞ്ഞ നെവിന്റെ അടുത്തോട്ട് നെവിന്റെ നെഞ്ചത്തോട്ട് ഇങ്ങനെ അങ്ങ് വീഴുകയാണ്. കാരണം അനുമോള് ഫെഡപ്പായി, അനുമോളെ അത്രയ്ക്ക് ഇതിനകത്ത് പൂട്ടി. ഇനി അനുമോൾക്ക് സംഭവിച്ച ഒരു വലിയ തെറ്റുണ്ട് കേട്ടോ. അനുമോള് പലപ്പോഴും ആദിലയെടുത്ത് വളരെ തമാശയായിട്ട്, അല്ലെങ്കിൽ അനുമോൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കുറച്ച് ഡയലോഗ്സുകൾ ഞാൻ പറഞ്ഞുതരാം. എന്റെ കൈതങ്ങാനും കിട്ടിയാൽ ഞാൻ കുത്തി കൊല്ലും, മണ്ട അടിച്ച് ഞാൻ പൊട്ടിക്കും, എന്നെ സത്യമായിട്ട് ഞാൻ കൊല്ലും, ഇത് അനുമോള് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഒരു ബോധമുള്ള ഒരാള് അത് ലാലേട്ടൻ ഒരിക്കൽ കളിയാക്കിയിട്ടുണ്ട്, അയ്യോ കൊല്ലുവോ അങ്ങനെയൊക്കെ പറയുവോ എന്ന്. ഇപ്പം ആദിലയുടെ കാര്യം വിട്, ഇപ്പൊ നമ്മളൊക്കെ ആണെങ്കിൽ ഇത് കേൾക്കുന്നുണ്ടേ, ഇത് കൊല്ലും എന്ന് പറഞ്ഞാൽ കൊല്ലും എന്നല്ലല്ലോ അർത്ഥം. ആ ദേഷ്യത്തിന്റെ പേരിൽ അനുമോള് പറയുന്ന അനുമോളുടെ ഒരു നേച്ചറാണത്. ആദിലയെടുത്ത് അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. അതാണ് സത്യം പറഞ്ഞാൽ ഇപ്പൊ വിനയായിരിക്കുന്നത്. അനുമോൾ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അനുമോൾ ആ അർത്ഥത്തിലല്ല പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതൊരു ഗെയിം എന്ന് പറയുമ്പോൾ ഇത് കുട്ടിക്കളിയല്ല. ബിഗ് ബോസ് ഹൗസിനകത്ത് അവരതൊക്കെ ചെയ്യുന്നു. ഒരു വലിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്കാണ് ഇതെല്ലാം പോകുന്നത്. സോ ഒരു ചെറിയ കമന്റിൽ നിന്ന് തുടങ്ങുന്ന ഓരോ കാര്യങ്ങൾ ട്രോളിലൂടെ, മീമിലൂടെ, പിന്നെ അവരുടെ ഡയറക്റ്റ് മെസ്സേജിലൂടെ നേരിട്ട് കാണുമ്പോൾ, മസ്താനി പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഈ സൈബർ ബുള്ളിങ് നേരിട്ട് കാണുമ്പോൾ ഒരു പ്രശ്നവും ഇല്ല. നേരിട്ട് കാണുമ്പോൾ ഇല്ല എന്താ മീഡിയക്കാര് മറ്റേ മൈക്കും കൊണ്ട് നിൽക്കുമല്ലോ, അല്ലെങ്കിൽ മൊബൈലും കൊണ്ട് നിൽക്കുമല്ലോ, നിങ്ങൾ അത് ചെയ്തായിരുന്നില്ലേ, നിങ്ങൾക്ക് അങ്ങനെ കിട്ടിയില്ല, നിങ്ങൾക്ക് ഇങ്ങനെ, ഈ ഒരു ചോദ്യം മാത്രം നിങ്ങൾക്ക് പേടിച്ചാൽ മതി. പക്ഷേ
അവരുടെ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്യുമ്പോൾ അവർ കാണുന്ന ടൈറ്റിൽസ്, അവർ കാണുന്ന അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഇവരൊക്കെ പേടിക്കുന്നത്. അപ്പോൾ ഈ കാര്യം അനുമോൾക്ക്, ആ ഒരു കാര്യം അനുമോൾക്ക് അറിയത്തില്ലെന്നല്ല, പക്ഷെ അനുമോൾക്ക് അത് എക്സ്പീരിയൻസ്ഡ് ആണ്. അനുമോൾ അത് മൂവ് ഓൺ ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അറിയില്ല, ഈ ഒരു സീസൺ കഴിഞ്ഞ് അനുമോൾ പുറത്തിറങ്ങുമ്പോൾ അനുമോൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അനുമോൾ ഇത് പറഞ്ഞ് അവിടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴും ആ ബ്ലൈൻഡ്സ് ഇട്ടിട്ടുണ്ട്. ശിവാംഗി വരുന്ന പ്രോഗ്രാം നടക്കാൻ പോകുന്നതേ ഉള്ളൂ, അപ്പൊ ബ്ലൈൻഡ്സ് കിടക്കുകയാണ്. അപ്പൊ അനുമോൾ പറയുന്നുണ്ട്, ഈ ബ്ലൈൻഡ്സ് മാറ്റിയാലേ അകത്ത് കയറി അതിൽ എഴുതുന്ന ടിഷ്യൂ പേപ്പറിൽ എഴുതുന്ന ആ ഒരു ഫോൺ നമ്പർ കാണിക്കാൻ പറ്റും. അപ്പോൾ ഈ സമയത്ത് മറ്റൊരാൾ ഒറ്റപ്പെട്ടല്ല എങ്കിലും ആദില പോയ വിഷമത്തിലും പിന്നെ ഈ പ്രശ്നങ്ങൾ നടക്കുന്നതിന്റെ ഇടയിൽ എങ്ങനെ പ്രതികരിക്കണം എന്നും അറിയാതെ നൂറ അവിടെ ആ മഴയത്ത് നിന്ന് കരയുന്നുണ്ട്. ശൈത്യയെ ഹഗ് ചെയ്തിട്ട് കരഞ്ഞോണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, ഇവിടുന്ന് ഞാൻ പോവുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം ശാരിക വന്നിട്ട് പറയുന്നുണ്ട്, നീ അങ്ങനെ പോവണ്ട, എവിക്റ്റായി പോയാൽ അങ്ങനെ പോയിക്കോ, പക്ഷെ അല്ലാതെ നീ ഇവിടുന്ന് പോവരുതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉടനെ നൂറ പറയുന്നുണ്ട്, റൂൾ അനുസരിച്ച് പോകാൻ വേണ്ടിയിട്ടല്ലേ അവൾ ഈ കാണിക്കുന്നത് എന്ന് നൂറ പറയുന്നുണ്ട്. പക്ഷെ നൂറ അധികം ഒന്നും സംസാരിക്കുന്നില്ല ഈ വിഷയത്തിൽ. ഈ വിഷയത്തിലുള്ള നൂറയുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസം രാത്രി, അതായത് ആദിലയുടെ എവിക്ഷന് ശേഷം നമ്മൾ കേട്ടതാണ്. അതായത് അക്ബറിന്റെ അടുത്തും അപ്പാന്റെ അടുത്തും പോയി നിന്നിട്ട് ഈ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞപ്പോൾ ഈ രാത്രി സംസാരിച്ച കാര്യം പറയുന്നുണ്ട്. അതായത് ഫോൺ നമ്പർ അത് ചേച്ചിയുടേതാണ്, അല്ല ചേച്ചിയുടേതെന്നാണ് അവിടെ പറഞ്ഞത്. അതായത് അത് PR-ൻ്റെതല്ല എന്ന് നൂറയോടും ആദിലയോടും അനുമോള് പറഞ്ഞു. എന്നിട്ട് ആ നമ്പർ എന്തെന്ന് ചോദിക്കുമ്പോൾ അത് വേസ്റ്റ് ബിന്നിൽ ഇട്ടു എന്ന് പറയുമ്പോഴത്തേക്കും കളഞ്ഞല്ലോ, എന്നാ അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നങ്ങ് അനുമോൾ അങ്ങ് കട്ടയ്ക്ക് പറഞ്ഞു. അപ്പൊ അതിന് തെളിവൊന്നും ഇല്ല എന്നാണ് ഇപ്പൊ നൂറ പറയുന്നത്. ഓക്കെ, അതായത് ഇവിടുന്ന് എവിക്റ്റായി പോയ സമയത്ത് അത് കളഞ്ഞു എന്നതായിട്ടാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ വിഷയം ഓൾറെഡി നൂറ കൺഫസ് ചെയ്ത് പറയുന്നത് അക്ബറിന്റെ അടുത്തും അപ്പാനിയുടെ അടുത്തുമാണ്. അതിന്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട്, അക്ബറിന്റെ അടുത്ത് പറയുന്നൊരു കാര്യം, മൈക്ക് മാറ്റിയും മറ്റ് പല രീതിയിലും അനുമോള് അക്ബറിനെ കുറിച്ച് ഒരുപാട് അനാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ലെവലിലേക്ക് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അനുമോള് പലതവണ പറഞ്ഞിട്ടുണ്ട് ഈ ബിഗ് ബോസിലെ ടീമുമായിട്ട് അക്ബറിന് ബന്ധമുണ്ട് എന്നൊക്കെ. അതായത് ബിഗ് ബോസിൽ വരുന്നതിന് മുന്നേ തന്നെ അനുമോള് ഈ പറയുന്ന അക്ബറിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേട്ടിട്ടാണ്. അത് അനുമോള് തന്നെ സമ്മതിച്ചൊരു കാര്യമാണ്. ബിഗ് ബോസ് ഹൗസിലെ പലരെയും അറിഞ്ഞിട്ടാണല്ലോ വന്നത് അതിനെക്കുറിച്ച്. അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങൾ നൂറയെടുത്തും ആദിലയെടുത്തും ഒക്കെ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ, അത് ഞാൻ ഓർക്കുന്ന ഒരു കാര്യമാണ്. അതായത് അക്ബറിനെ കുറിച്ച് അനുമോൾക്ക് ആദ്യമേ അറിയാം. അപ്പൊ അക്ബറിനെ നേരിട്ട് സംസാരിച്ചിട്ടില്ലെങ്കിലും അക്ബറിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള പാട്ട് പാടുന്ന, അതായത് അക്ബർ ഒരു പാട്ടുകാരനാണ്. മറ്റ് റിയാലിറ്റി ഷോയിൽ അക്ബറിന്റെ കൂടെ റിയാലിറ്റി ഷോയിൽ പങ്കെടുത്ത ആൾക്കാരുടെ അടുത്തൊക്കെ അനുമോള് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അനുമോളോട് അക്ബറിന്റെ കൂടെ അന്ന് മത്സരിച്ച ആൾക്കാർ പറഞ്ഞ ഒരു ഡയലോഗ് എന്ന് പറയുന്നത്, അക്ബർ ഭയങ്കര കണ്ണിങ് ആണ്, ഭയങ്കര അസൂയക്കാരനാണ് എന്നൊക്കെ അനുമോൾ ഇവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ വിഷയമൊക്കെ ഈ പറയുന്ന അനുമോള് നൂറയെടുത്തും ആദിലയെടുത്തും പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കാം നൂറയും ആദിലയും അക്ബറിനോട് പറയുന്നത്. അക്ബർക്ക് അറിയാത്ത അല്ലെങ്കിൽ അക്ബർക്കായെ കുറിച്ച് ഒരുപാട് അനാവശ്യങ്ങൾ അനുമോള് പറഞ്ഞതായിട്ട്. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അനുമോൾക്ക് നിഷേധിക്കാൻ പറ്റുന്നില്ല. അനുമോൾ അപ്പൊ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ആദില അങ്ങനെയൊക്കെ പറയും, ഇനി എന്തൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആദില എന്നോടും എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അതൊന്നും ഇവിടെ പറയുന്നില്ലല്ലോ. പിന്നെ ആദിലടുത്ത് ഞാൻ ഇതൊക്കെ പറഞ്ഞെന്നിരിക്കട്ടെ, ആദില എന്തിനാ ഇതൊക്കെ ഇവിടെ പറഞ്ഞത്? കാരണം ഞാനും ആദിലയും തമ്മിൽ വഴക്കൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഞങ്ങൾ തമ്മിൽ തെറ്റിയിട്ടില്ലല്ലോ. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുകയാണെങ്കിലല്ലേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്ബറിനോട് തന്നെ പോയി പറയേണ്ടതുള്ളൂ എന്ന്. ഉറപ്പായിട്ടും അനുമോള് അക്ബറിനെ കുറിച്ച് ഇമാതിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് അനുമോള് മാത്രമല്ല, ആദിലയും നൂറയും ഒക്കെ അക്ബറിനെ കുറിച്ച് കുറേ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഷാനവാസ് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ലാസ്റ്റ് ടൈമില് ആദിലയും നൂറയും കൂടെ അനുമോളുടെ പേരിലേക്ക് ഇതെല്ലാം വെച്ച് കെട്ടി അക്ബറിന്റെ മുന്നിൽ അവർ രണ്ടുപേരും എസ്കേപ്പ് അടിച്ച് അനുമോള് മാത്രം കുറ്റക്കാരിയായി മാറിയ ആ ഒരു രീതി ഉണ്ടല്ലോ, അവിടെയാണ് സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. അനുമോള് പറഞ്ഞിട്ടില്ല എന്ന് പറയാനേ പറ്റത്തില്ല, അനുമോള് പറഞ്ഞിട്ടുണ്ട്, എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അക്ബറിന്റെ മുന്നിലും സമൂഹത്തിന്റെ മുന്നിലും ഇപ്പോൾ അനുമോള് മാത്രം കുറ്റക്കാരിയാകുന്ന ഒരു രീതിയുണ്ട്. ഓക്കെ, ഇനി ബ്ലൈൻഡ്സ് മാറ്റിയപ്പോഴത്തേക്കും ഈ പറയുന്ന പ്രവീണൊക്കെ വന്ന് സംസാരിക്കുന്നുണ്ട് കേട്ടോ. പ്രവീണിനോടും പിന്നെ നമ്മുടെ രേണു സുധിയും ഒക്കെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ബ്ലൈൻഡ്സ് മാറ്റിയപ്പോഴത്തേക്കും അനുമോള് പെട്ടെന്ന് ഓടിപ്പോയി ഈ പറയുന്ന ബെഡിന്റെ സ്പേസിൽ നിന്ന് ആദില എഴുതി കൊടുത്ത ടിഷ്യൂ പേപ്പറിലെ നമ്പർ എടുത്തുകൊണ്ട് വന്നു. തെളിവായി
അത് ആദ്യം തന്നെ കാണിക്കുന്നത് നെവിന്റെ അടുത്താണ്. നെവിൻ അതെടുത്ത് നോക്കിയിട്ട് അപ്പോഴേ പറയുന്നുണ്ട്, ഓക്കെ ഇപ്പൊ എന്തായാലും അവിടെ പരിപാടി തുടങ്ങാൻ പോകല്ലേ, നീ ഇത് സൂക്ഷിച്ചു പോയി, നീ എവിടാന്ന് വെച്ചാൽ സൂക്ഷിച്ചു പോയി, എനിക്കിപ്പോ നിന്നെ വിശ്വാസമായി, ഞാൻ നിന്നെ വിശ്വസിക്കുന്നുണ്ട്, നമുക്കിത് അക്ബറിനെ കാണിക്കാം, എന്തായാലും നീ ഇത് കളയാതെ സൂക്ഷിച്ചു പോയി എന്ന് പറയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നെവിൻ കാണുന്നത് അക്ബറിനെയാണ്. അപ്പം നെവിൻ അത് വളരെ സീരിയസ് ആയിട്ട് അക്ബറിന്റെ അടുത്ത്, അക്ബർ നീ നോക്ക്, ഇത് സത്യമാണ്, ദാ നോക്ക്, നമ്പർ എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അക്ബർ ചിരിച്ചോണ്ട് പറയുന്നുണ്ട്, ഡാ ഇത് എനിക്കറിയാം, ഇത് PR-ന്റെ നമ്പർ അല്ല, എനിക്കറിയാം ഈ നമ്പർ ഇത് അനുമോളുടെയാണ്, ചേച്ചിയുടെയാണ്, ഇതൊക്കെ എനിക്കറിയാം. പ്രശ്നം അതല്ല, അവൾ അതിന് ശേഷമുള്ള ആ ഒരു സിറ്റുവേഷൻ, ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് സത്യമാ, അത് ആദില പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടെ പോകുന്നതിന് മുമ്പിട്ട് അക്ബറിനോട് നൂറ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന ഈ നമ്പർ വെച്ച് ചേച്ചി കോണ്ടാക്ട് ചെയ്യും, അനുമോളുടെ നമ്പർ ഫോൺ എടുക്കുമ്പോൾ ചേച്ചിയാണ് കോൾ ചെയ്യുന്നത്. അങ്ങനെ കോൾ ചെയ്യുമ്പോൾ ബിഗ് ബോസ് ഹൗസിനകത്ത് അക്ബറിനെ ഇവിടെ വെള്ള പൂശുന്നുണ്ട്, അക്ബറിനൊരു സപ്പോർട്ട് ഉണ്ട്, അതിനനുസരിച്ച് വേണ്ടത് ചെയ്യണം, അവിടെ പുറത്ത് ചെയ്യണം എന്ന് അനുമോള് പറഞ്ഞ കാര്യമാണ് അക്ബർ ഇവിടെ വിശ്വസിച്ച് വെച്ചിരിക്കുന്നത്. അതൊരു ഏകദേശം ഒരു എങ്ങനെ പോയാലും 80% അതിനകത്തൊരു സത്യമുണ്ട്. പക്ഷേ ഈ പറഞ്ഞത് ഒരാളെ ഉപദ്രവിക്കണം എന്നൊന്നോ അല്ലെങ്കിൽ അക്ബറിനെതിരെ എന്തോ വലിയ സംഭവം ചെയ്യണം എന്നൊന്നോ അനുമോൾ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവൻ എൻ്റെ കൈ കിട്ടിയാൽ ഞാൻ കൊല്ലും എന്ന് പറയുന്ന പോലത്തെ ഒരു പറച്ചിലാണ് അനുമോൾ പറഞ്ഞത്. പക്ഷെ ഇത് മൊത്തത്തിൽ വരുമ്പോഴത്തേക്കും ഇത് ഒരു സൈബർ ബുള്ളിങ് അനുമോൾക്കെതിരെ വരാനുള്ള എല്ലാം ഇതിനകത്തുണ്ട്. പക്ഷേ അക്ബറിന്റെ ഫാമിലിയും അനുമോളുടെ ഫാമിലിയും ഒക്കെ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കരിവാരി എറിയുന്നതുകൊണ്ട്. അതാ ഞാൻ പറഞ്ഞത്, ഇവിടുത്തെ ക്വാളിറ്റി പേഴ്സൺ എന്ന് പറയാൻ അഭി മാത്രമേ ഉള്ളൂ. പിന്നെ ലക്ഷ്മി വളരെ നീറ്റായിട്ട് ബിഹേവ് ചെയ്യുന്നുണ്ട്. ലക്ഷ്മിയുടെ അടുത്ത് മറ്റ് പ്രശ്നങ്ങൾ എന്തൊക്കെയോ, അല്ലെങ്കിൽ ലക്ഷ്മി മറ്റുള്ളവരുടെ അടുത്ത് പുറത്ത് എന്തൊക്കെ ചെയ്തു എന്നുള്ളതൊന്നും ഞാൻ ഇവിടെ കൺസിഡർ ചെയ്തിട്ട് പറയല. ഇവിടുത്തെ സിറ്റുവേഷനകത്ത് അവർ കളിക്കുന്നതും പെരുമാറുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ അക്ബർ എന്തായാലും അത് തിരസ്കരിച്ചു. അതൊന്നും അക്ബർ വിശ്വസിക്കാൻ പോകുന്നില്ല. അക്ബറിന്റെ നയം അതാണ്. സോ തെളിവും വലിച്ചു കീറപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നൂറ ഒറ്റയ്ക്ക് നിന്ന് കരയാണ്, നൂറയ്ക്ക് എന്ത് വേണം എന്നറിയില്ല. അനുമോളുടെ അവസ്ഥ ഇതാണ്. അക്ബറിന് മറ്റൊരു കുറെ അവസ്ഥയുണ്ട്. അക്ബറിന് ഈ വന്ന് റീ എൻട്രിക്കാരെല്ലാം പറഞ്ഞു കൊടുത്ത ഒരു ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി അക്ബറിന്റെ മനസ്സിലുണ്ട്. പുറത്തിറങ്ങുമ്പോഴും അക്ബറിനറിയാം അക്ബറിനെ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ടെന്ന്, അക്ബറിന്റെ ഭാര്യ പുറത്ത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. ഇതേ അവസ്ഥ തന്നെ അനുമോൾക്കുമുണ്ട്. അനുമോൾക്കും ഒരു ഫാമിലി ഉണ്ട്, അനുമോൾ ഒരു സ്ത്രീയാണ്, അനുമോൾക്കും ഉണ്ട് ലൈഫ്, നൂറയ്ക്കും ആദിലയ്ക്കും ഒക്കെ ലൈഫ് ഉണ്ട്. ഇപ്പൊ ഇവിടെ ആർക്കാ പ്രശ്നം? അപ്പൊ ശരിക്കും പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ചെറുതും വലുതുമായിട്ട് തമാശയ്ക്കൊക്കെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ സീരിയസ് ആവുന്നതാണ് നമ്മൾ കാണുന്നത്. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞാനിപ്പം ആരുടെയും പക്ഷം പറഞ്ഞില്ല, ഞാൻ പറയുന്നത് അനുമോളുടെ ഭാഗത്തെ തെറ്റുകൾ ഉൾപ്പെടെ ഞാൻ പറയുകയാണ്. പക്ഷേ ആ പറഞ്ഞ തെറ്റ്, അതായത് സൗഹൃദം എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഒരു ചതിയായി മാറിയത് എങ്ങനെയെന്നുള്ളത് നിങ്ങൾ വിലയിരുത്തുക. ഞാൻ ശരിക്കും ഈ പറയുന്നത് ഇനിയും ജെനുവിൻലി മനസ്സിലാക്കാൻ കഴിയുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, ഇനി എന്തായാലും ലൈവിൽ ഇപ്പോൾ പാട്ടും മേളവും ഒക്കെ തുടങ്ങി, ശിവാംഗി എത്തി, നമുക്ക് എന്തായാലും ചില്ലാക്കാം. പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു റിയാലിറ്റി ഷോ, അതില് ശിവാംഗി ഒരു ഇൻട്രോ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കുറെ പോട്ടിയൊക്കെ അടിച്ച് എന്നുവെച്ചാൽ വഴക്കൊക്കെ ഇട്ട് സീനാക്കി വെച്ചിരിക്കുകയാണെന്ന്. അതെ, ബിഗ് ബോസിൽ ഈ വഴക്ക് സർവ്വസാധാരണമാണ്. എല്ലാ സീസണിലും അത്തരത്തിൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അങ്ങേറ്റം ഒരു വലിയ ഫൈറ്റ് ഉണ്ടാകാറുണ്ട്. ഒരുപാട് പേര് വീഴാറുണ്ട്, ഒരുപാട് പേര് സർവൈവ് ചെയ്യാറുണ്ട്. നമുക്ക് നോക്കാം, എല്ലാം ഇക്കാലത്തേക്കും അങ്ങനെ തന്നെ നിൽക്കില്ലല്ലോ, കാലം വായിക്കാത്ത മുറിവുകളില്ല എന്ന് പറയാം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. സീരിയൽ ഗ്രാൻഡ്മ ഫസ്റ്റ് ടൈം കാണുകയാണെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ പോയി വരാം. ബൈ.